ഡിഫറൻസ് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ബ്രേക്ക് പാഡ് നമുക്ക് കുറേ ലൈഫ് എങ്ങനെ കിട്ടാൻ പറ്റും, അല്ല ബ്രേക്ക് പാഡിന്റെ തേയ്മാനം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലൊരു ഡിസ്ക് പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിലാണ് ബ്രേക്ക് പാഡ് പ്രസ്സായിട്ട് നമ്മുടെ ബ്രേക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഈ ബ്രേക്ക് പാഡ് തേയ്മാനം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഡിസ്കിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ആരോ മാർക്കിൽ കാണുന്ന പോലെ ഈ ബ്രേക്ക് ഷൂ പാഡിനകത്ത് എത്ര പാഡ് ബാലൻസ് ഉണ്ട്. ഒരു സൈഡ് ഇപ്പോൾ കുറയുന്നതനുസരിച്ച് ഇതിന്റെ വീതി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക് പാഡ് എപ്പം മാറണം എന്നൊക്കെ അറിയുന്നത്. ചില വാഹനത്തിൽ ഒരു ഇൻഡിക്കേറ്റർ ലെവൽ പോലെ വെച്ചേക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക് പാഡ് നല്ല തേയ്മാനം തേഞ്ഞു അതിൻ്റെ ആ ഒരു മാക്സിമം ലെവൽ എത്തുമ്പോൾ ആ ഒരു മെറ്റൽ പ്ലേറ്റ് ആയിരിക്കും പിന്നെ ഈ ഡിസ്ക് പാഡിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കരച്ചിൽ പോലെ സൗണ്ട്, ഒരു കിയോ ഒന്നുപോലെ ഒരു സൗണ്ടൊക്കെ കേൾക്കാം. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്കത് അറിയാൻ പറ്റും. ചില കേസുകളിൽ ഈ മണ്ണും പൊടിയും കയറി ഇത് പറ്റിയിരുന്നാലും ഒരു അബ്നോർമൽ സൗണ്ട് പോലെ ഒരു സൗണ്ട് ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ബ്രേക്ക് പാഡ് ഇളക്കി ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ചില കേസുകളിൽ നമുക്ക് ബ്രേക്ക് പാഡ് രണ്ട് സൈഡിലും ഉണ്ട്, പക്ഷെ ഒരു സൈഡിൽ മാത്രം ഓവറായിട്ട് തേയുന്നു, ഒരു സൈഡിൽ തേയ്മാനം നോർമലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാലിപ്പർ അസംബ്ലി എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. ഈ കാലിപ്പർ അസംബ്ലിക്കകത്താണ് ഈ ബ്രേക്ക് പാഡ് ഫിറ്റ് ആയിരിക്കുന്നത്. ഈ കാലിപ്പർ അസംബ്ലിയിൽ പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇളക്കി നമ്മൾ ഗ്രീസിങ് ചെയ്യണം. എപ്പം നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ സർവീസിന് കൊണ്ടുപോകുമ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് ബ്രേക്ക് പറ്റൂല. ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവായിട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഇളക്കി ഗ്രീസിങ് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് കൂട്ടാൻ സഹായമാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. താങ്ക് യു സോ മച്ച്.